മക്കളെ നമസ്കാരം, ആതിര മിസ് ആണ് കേട്ടോ. ഇന്ന് മിസ് വന്നിരിക്കുന്നത് ക്ലാസ് 4ന്റെ പ്രിഡിക്ഷൻ ആയിട്ടാണ് അല്ലേ. അപ്പം എന്തൊക്കെയായിരിക്കും എക്സാമിന് വരിക, എന്തൊക്കെ വരാനായിരിക്കും ചാൻസ് കൂടുതൽ എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സംശയമായിരിക്കും അല്ലേ. ആ സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ മിസ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഓൾ സെറ്റാണ് കേട്ടോ. അപ്പം നമുക്ക് എക്സാമുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസും നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് രീതിയിൽ എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്പോട്ടിൽ ഏതൊക്കെ വീഡിയോസാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കും. ഓക്കെ, അപ്പം മിസ് എന്ന് നമ്മുടെ പ്രിഡിക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രവർത്തനങ്ങളാണ് കേട്ടോ. വായിക്കാം, എഴുതാം. ഇത് നമുക്ക് മസ്റ്റായിട്ട് വരുന്ന ഒരു പ്രവർത്തനമാണ് അല്ലേ. എപ്പോഴും നമുക്ക് വരുന്ന ഒരു പ്രവർത്തനമാണ് അല്ലേ. ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവറാണ്, വെരി ഷുവറായിട്ട് വരുന്നതാണ്. നമുക്ക് വായിക്കാം, എഴുതാം. അതായത് ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് വായിച്ച് കറക്റ്റായി മനസ്സിലാക്കിയതിന് ശേഷം അതിന് തൊട്ട് താഴെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ വായിക്കാം എഴുതാന്നുള്ളത്. കാര്യങ്ങൾ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അടുത്തത് വർണ്ണനയാണ് മക്കളെ. എന്താണ് വർണ്ണന? വർണ്ണിച്ചെഴുതുന്നതിനെ വർണ്ണിച്ച് എഴുതുന്നത്. വർണ്ണിച്ചെഴുതുന്നതിനെയാണ് ഒറ്റ വാക്കിൽ വർണ്ണന എന്ന് പറയുക. പിന്നുള്ളത് പാചകക്കുറിപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളോട് എന്തിനെ കുറിച്ചാണോ പാചകക്കുറിപ്പ് എഴുതാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതുക, ഇമ്പോർട്ടൻറ്റ്. പിന്നെ സംഭാഷണം നിങ്ങൾക്ക് അറിയാമല്ലോ. രണ്ടോ അതിലധികം ആളുകൾ തമ്മിൽ സംസാരിക്കുന്നതാണ് സംഭാഷണം. ഓക്കെ, പിന്നെ പോസ്റ്റർ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ നിങ്ങൾക്ക് ഇപ്പോൾ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ 2 വാക്ക് എഴുതാം. ഓക്കെ, തത്സമയ വിവരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ പറയുക, എഴുതല്ലേ. ലൈവായിട്ട് നടക്കുന്ന സംഭവമാണ്. പിന്നെ ദൃക്സാക്ഷീകരണം, കൺമുന്നിൽ കാണുന്ന ആ ഒരു കാര്യങ്ങളിലെ ദൃക്സാക്ഷീകരണം. പിന്നെന്താണ്? ജീവചരിത്രക്കുറിപ്പാണ്. ജീവചരിത്രക്കുറിപ്പ് നമ്മൾ ഒരുപാട് പേര് നമ്മൾ പാഠഭാഗം പഠിക്കുന്നതോടനുബന്ധിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ആ പാഠഭാഗങ്ങളൊക്കെ ആരുടേതാണ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരിൽ ഏതെങ്കിലും ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ജീവചരിത്രക്കുറിപ്പ് ചോദിച്ചിരിക്കും. പിന്നെന്താണ്? നിവേദനം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ സെറ്റാക്കി പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഈ പ്രാവശ്യത്തെ എക്സാം നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ അടിപൊളിയായി എഴുതി കഴിഞ്ഞാൽ മക്കളെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മിസ് തരുന്ന വാക്കാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് മിസ് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെന്താണ് നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഓൾ സെറ്റാണ്. അപ്പോൾ ഇങ്ങനെ എക്സാം പൊളിച്ചെഴുതിക്കോട്ടോ. ബൈ.